ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 1, എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. നമ്പർ 2, ഇറാൻ ശക്തമായ രീതിയിലുള്ള പ്രഷർ ഹൂത്തികൾ ത്രൂ, അതേപോലെ തന്നെ ഇറാഖിലുള്ള ഇറാൻ സപ്പോർട്ടേഴ്സായിട്ടുള്ള മലേഷ്യ ഗ്രൂപ്പുകൾ ത്രൂ സൗദി അറേബ്യയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. അറാംകോ എണ്ണ കമ്പനിയെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടരെ മൾട്ടിപ്പിൾ അറ്റാക്സ് ആണ് അറാംകോ എന്ന് പറഞ്ഞ എണ്ണ കമ്പനിയെ ടാർഗറ്റ് ചെയ്ത് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മൊഹസിൻ അൽ സദാരി എന്ന് പറഞ്ഞ ഒരു സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡർ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ ഹൂത്തികൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യമൻ്റെ ഉള്ളിൽ. യമനിൽ പ്രധാനമായിട്ട് ഈ ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇബ് എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ ദാലെ എന്ന് പറഞ്ഞ സ്ഥലം, അതേപോലെ തന്നെ ടൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ശക്തമായ രീതിയിൽ ഇന്നലെ നടന്നത്. ഹൈലി ഇൻറ്റൻസിഫൈഡ് അറ്റാക്കാണ് അവിടെ നടന്നത്. അതുകൂടാതെ ലഹീജ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യമൻ്റെ ഉള്ളിൽ തന്നെ സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകൾക്കും ഹൂത്തികൾക്കും ഇടയിൽ, ഇറാൻ ബാക്ക്ഡ് ഹൂത്തികൾക്കും ഇടയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാഖിൽ നിന്നും പുതിയ വെല്ലുവിളി ഉയരുന്നത്. ഇറാൻ സപ്പോർട്ടീവായിട്ടുള്ള മലേഷ്യ ഗ്രൂപ്പുകൾ സൗദി അറേബ്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. സൗദി അറേബ്യക്കെതിരെ അവർ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആക്രമണം നടത്തുമെന്നുള്ള രീതിയിൽ. സൗദി അറേബ്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 എക്യൂപ്ഡ് അതേപോലെ മിലിറ്ററി മാൻ പവർ രാജ്യമായിട്ടുള്ള ഒന്ന് തുർക്കി എക്യൂപ്ഡ് എന്നുള്ള രീതിയിൽ കാറ്റഗറിയിൽ വരുന്നത്, അതേപോലെ തന്നെ മറ്റൊന്ന് പാകിസ്ഥാൻ, അവർക്ക് മാൻ പവർ കൂടുതലാണ്. അപ്പം ഈ 2 രാജ്യങ്ങളെയും കൂടി ഒരു ഡീലിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് അമേരിക്ക ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ ഇത്തരത്തിലുള്ള ഡീലിലേക്ക് ഒപ്പുവെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ ഈ ഡിഫൻസ് പാക്റ്റിനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു ഡീലായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇന്ത്യ വളരെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അതേപോലെ ബാബൽ മന്ദേബ്, ഈ 2 സ്ട്രേറ്റുകളുമാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ട്രാഫിക്കും അതുപോലെ തന്നെ ബാബൽ മന്ദേബിലൂടെ പോകുന്ന ട്രാഫിക്കിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഹോർമൂസ് വെസൽസ് ട്രാഫിക് ഷാർപ്ലി ഡിക്ലൈൻഡ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. 15 ഷിപ്പുകളാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ വെള്ളിയാഴ്ച കടന്നുപോയത്. 11 ഷിപ്പുകളാണ് സാറ്റർഡേ കടന്നു പോയിരിക്കുന്നത്. പക്ഷേ ബാബൽ മന്ദേബിൽ 116 കപ്പലുകളാണ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കടന്നു പോയിരിക്കുന്നത്. 116. അപ്പോൾ 43 കപ്പലുകൾ വെള്ളിയാഴ്ച, 37 കപ്പലുകൾ സാറ്റർഡേ, 36 കപ്പലുകൾ സൺഡേ. ഇത് മെറൈൻ ട്രാഫിക് റിപ്പോർട്ട് അനുസരിച്ചുള്ള സ്റ്റേറ്റസ് ആണ്. അതുപോലെ ഇറാൻ്റെ ഉള്ളിൽ ഒരു പുതിയ ലീഡർഷിപ്പ്, ഇറാൻ്റെ IRGCയുടെ സെക്യൂരിറ്റി ചീഫായിട്ട് മൊഹസിൻ റസായെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 71 വയസ്സുണ്ട് പുള്ളിക്ക്. മൊഹസിൻ റസായി വീണ്ടും IRGCയുടെ സെക്യൂരിറ്റിയുടെ ചീഫായിട്ട് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. പണ്ട് ലാരിജാനി ഉണ്ടായിരുന്ന പൊസിഷനാണ് ഇപ്പം മൊഹസിൻ റസായി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ എണ്ണ കച്ചവടം, അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം. സൗദി അറേബ്യ പ്രതിസന്ധിയിലാണ്. അറാംകോ ഓൾറെഡി തന്നെ ഓഗസ്റ്റിൽ ഗ്ലോബൽ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും $11 കുറച്ച് എണ്ണ നൽകാമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പ്രൊമോഷൻസ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 15 ആ ഒരു ടൈം ലൈനിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ സൗദി അറേബ്യക്കുള്ളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് ഈ ഒരു ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് സൗദി അറേബ്യയുടെ എണ്ണ കച്ചവടത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ഈ ബാബൽ മന്ദീബിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ യാൻബു റീജിയനിലൂടെ സൗദി അറേബ്യയ്ക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓയിൽ സപ്ലൈ മാത്രമേ സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്നത് പോലെയുള്ള ആ ക്വാണ്ടിറ്റി, ആ ഒരു അളവിലല്ല യാൻബു റീജിയനിലൂടെ സൗദി അറേബ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നത്. സോ അവിടെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് സൗദി അറേബ്യയ്ക്ക് ഏർപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല അമേരിക്ക, ഞാൻ പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, അമേരിക്ക ഓയിൽ എക്സ്പോർട്ടിൽ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വെനിസ്വല എണ്ണ അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. ഇപ്പോൾ ശരിക്കും വെനിസ്വല സൗദി അറേബ്യയ്ക്ക് ഒരു പാരയായി മാറിയിട്ടുണ്ട്. ഇത്രയും നാളും ഇറാൻ്റെ എണ്ണ മാർക്കറ്റിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ നടത്തിയ പൊളിറ്റിക്സ് ഇപ്പം അക്ഷരാർത്ഥത്തിൽ
അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വെനിസ്വല എന്ന് പറഞ്ഞ ഒരു രാജ്യം, പ്രത്യേകിച്ച് അമേരിക്കയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് വെനിസ്വല. അപ്പോൾ അവർക്ക് കമ്പാരിറ്റീവ്ലി വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ സൗദി അറേബ്യയുടെ ഓയിൽ മാർക്കറ്റിനെ ക്രാക്ക് ഡൗൺ ചെയ്തുകൊണ്ട് അമേരിക്ക മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ വെനിസ്വലയുടെ ഓയിൽ അമേരിക്കയുടെ ഓയിലാണ്. അത് വെനിസ്വല എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഉള്ളിലും ഓയിൽ റിസർവ് ആയാൽ തന്നെയും അത് അമേരിക്കയുടെ ഓയിൽ റിസർവ് ആണ്. അത്തരത്തിലാണ് അമേരിക്കൻ ട്രഷറി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മുന്നിൽ ഒരു തരത്തിലുള്ള വെല്ലുവിളികളോ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു 2 ദിവസം കടന്നു പോയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനിന് പകരം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ആക്രമണം നടത്തും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ പറയുന്നില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എക്കണോമിക് ബ്ലോക്കേഡ്, അതാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു 21 ദിവസത്തേക്ക് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആക്രമണം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം ട്രംപാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്നും ഇച്ചിരി ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് പൊതുവിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇറാൻ്റെ ഉള്ളിൽ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മസൂദ് പെസസ്ക്യാൻ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പുള്ളി നടത്തിയ വെളിപ്പെടുത്തൽ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ സുപ്രീം ലീഡർ മുജ്തബ ഖമനേയിയുമായിട്ട് ഒരു 3.5 മുതൽ 4 മണിക്കൂറോളം ചർച്ച നടത്തി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുജ്തബ ഖമനേയിയുടെ അടുത്ത് എങ്ങനെയാണ് പുള്ളിക്കാരൻ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്ന് ഒരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറഞ്ഞത്, ശരിക്കും ഞാൻ സുപ്രീം ലീഡറിനെ, അതായത് രാജ്യസമ്മർദ്ദം പുള്ളിയുടെ മേളിൽ വന്നതിനെ തുടർന്ന് രാജിവെക്കുന്നതിന് മുന്നേ എനിക്ക് മുജ്തബ ഖമനേയിയുമായിട്ട് സംസാരിക്കണം, രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറുമായിട്ട് സംസാരിക്കണം എന്നാണ് മസൂദ് പെസസ്ക്യാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ പെസസ്ക്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇറാനിലെ IRGCയിൽ നിന്നും ഒരു ടീം ശരിക്കും മസൂദ് പെസസ്ക്യാൻ്റെ വസതിയിലേക്ക് വരികയും മസൂദ് പെസസ്ക്യാൻ്റെ കണ്ണൊക്കെ കെട്ടിക്കൊണ്ട്, അത് പണ്ടത്തെ വീരപ്പനെ കാണാൻ ആൾക്കാർ പോകത്തില്ലേ, ആ ഒരു മാതൃകയിൽ പുള്ളിക്കാരനെ ഒരു വാഹനത്തിൽ കയറ്റി ഒരു സ്ഥലത്ത് എത്തിച്ചതായിട്ടും അവിടെ നിന്ന് ശരിക്കും മുജ്തബ ഖമനേയി വോയിസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. വോയിസ് ത്രൂ, അല്ലാതെ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പോൾ അതിലൊരു 3.5-4 മണിക്കൂറോളം പല വിഷയങ്ങളെയും കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഇറാനെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞതായിട്ടാണ് മസൂദ് പെസസ്ക്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇത് നാടകമാണോ ഇല്ലാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ സംസാരിച്ചോ ഇതൊന്നും വ്യക്തമല്ല. പുറത്ത് ഒരു തരത്തിലുള്ള വോയിസ് റെക്കോർഡുകൾ പോലും അവൈലബിൾ അല്ല. മസൂദ് പെസസ്ക്യാൻ പറയുന്നു, മറ്റുള്ളവർ വിശ്വസിക്കുന്നു, അത്രമാത്രം. ജർമ്മനിയും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇറാനിയൻസിനെ കംപ്ലീറ്റ് ജർമ്മനിയിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ജർമ്മനി. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ISIS ഭീകരവാദികളെ സിറിയക്കുള്ളിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ലെബനനിലേക്ക് ആയുധം കടത്താൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ തേടിയിരുന്നു. അപ്പോൾ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ IS ഭീകരരെ സിറിയ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയുമായിട്ട് ഉണ്ടാക്കിയ ഡിഫൻസ് ഡീലിനെ കുറിച്ച് ഇറാൻ്റെ അടുത്ത് പാകിസ്ഥാൻ വളരെ ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പാകിസ്ഥാനിന് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് പാകിസ്ഥാൻ പെരുമാറിയിരിക്കുന്നത്. ഒമാൻ്റെ തീരത്ത് ഒരു എണ്ണക്കപ്പൽ ഡാമേജ് ആയതിനെ തുടർന്ന് ആ കപ്പലിലുണ്ടായിരുന്ന ഓയിൽ മൊത്തത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതായത് കടലിൻ്റെ ഉപരിതലത്തിൽ 150 മൈൽ വിസ്തീർണത്തിൽ ഈ ഓയിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസാസ്റ്ററാണിത്. IRGC പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ അവരവരുടെ മിസൈൽ സിസ്റ്റംസ് എല്ലാം തന്നെ അവർ കുറച്ച് അഡ്വാൻസ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറാൻ്റെ പാർലമെൻറ്റിൽ ഹോർമോസ് സ്ട്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് അതിൻ്റെ ഔട്ട്ലൈൻ പാസ്സാക്കിയിട്ടുണ്ട് അവർ. അതായത് സർവീസ് ചാർജ് ഈടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഇനി ചർച്ചയൊന്നുമില്ല, അഥവാ ഇനി ചർച്ചയ്ക്ക് പോകുന്നുവെങ്കിൽ നെഗോസിയേഷന് വേണ്ടിയിട്ട് പുതിയ കണ്ടീഷൻസ് സെറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇറാൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ കണ്ടീഷൻസ് മുന്നോട്ട് വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ ഉപാധികളോട് കൂടിയുള്ള ചർച്ച, അല്ലാതെ പഴയ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യമനിൽ ഷബ്വ റീജിയനിൽ, അതായത് സൗദി അറേബ്യ ബാക്ക്ഡ് യമനി സുന്നി ഗ്രൂപ്പുകൾക്കെതിരെ ഇറാൻ ബാക്ക്ഡ് ഹൂത്തികൾ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സബ്വ റീജിയനിൽ നിരവധി സൗദി ബാക്ക്ഡ് യമനി സുന്നികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ മേഖലയിൽ. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിലുള്ള ഓപ്പറേഷൻസ് തുടരുകയാണ്. ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കാണ് നടത്തുന്നത്. അതുപോലെ തന്നെ 63% വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ ഓൾറെഡി തന്നെ ടേക്ക് ഓവർ ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.
ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ഇറാന് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ, ഡിഫൻസ് ഡീലിൻ്റെ പൂർണ്ണ രൂപം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഡിഫൻസ് ഡീൽ ശരിക്കും ഇരിക്കുന്നത് വാഷിങ്ടൺ DC, അതായത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇറാൻ ഈ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പരാമർശം. ഇപ്പോൾ ലെബനാൻ്റെ ഉള്ളിലും ഇസ്രായേൽ ഓപ്പറേഷൻസ് തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും കൊളംബിയയിൽ 7.4 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂചലനം 2 വട്ടമാണ് അവിടെ കുലുങ്ങിയത്. വെനിസുലയിൽ കുലുങ്ങിയ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിരവധി പേരിപ്പം കെട്ടിട ഇടിപാടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പല ലോകരാജ്യങ്ങളും കൊളംബിയയ്ക്ക് റെസ്ക്യൂ ടീമിനെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഈ എർത്ത്ക്വേക്ക് മാസീവായിട്ടുള്ള എർത്ത്ക്വേക്കാണ്. എർത്ത്ക്വേക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പല സ്ഥലത്തും മണ്ണിടിച്ചൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സൈഡിൽ ഫ്ലഡും സംഭവിച്ചിട്ടുണ്ട്. Puta, cayó una torre, marica. Ay, Dios. Yo creo que es mejor bajar. Dios mío, bendito. Daños completos. Pereira. Vámonos que... Mira cómo quedó esto todo Pereira. Vámonos que esto está te va a caer, güey. No, ya que... Dios mío, vea nuestro carro, amor. Miren cómo se cayó ese edificio, estaba lleno de gente. Eso. Así está Quito estos momentos. Se nos habla de muchas personas atrapadas en este edificio. Era de 4 pisos y de uno abajo. അപ്പോൾ അത്തരത്തിൽ കനത്ത നാശനഷ്ടമാണ് കൊളംബിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.